പഴയ നിയമത്തിൻ്റെ വിശാലമായ ഭൂമികയിലൂടെ ഒഴുകുന്ന ശാന്തവും ആഴമേറിയതുമായ വിശ്വാസത്തിൻ്റെ ഒരു നദിയാണ് റൂത്തിന്റെ പുസ്തകം. അതിൻ്റെ അതിമനോഹരമായ സൗന്ദര്യം മഹത്തായ അത്ഭുതങ്ങളിലോ ആർത്തനാദമുയർത്തുന്ന സൈന്യങ്ങളിലോ അല്ല, മറിച്ച് ഏതാനും ചില ആത്മാക്കളുടെ അചഞ്ചലമായ ഹൃദയങ്ങളിലാണ്. നിത്യജീവിതത്തിൻ്റെ ലളിതമായ ചലനങ്ങളിൽ ദൈവത്തിൻ്റെ കൈകളുണ്ടെന്ന് അത് വെളിപ്പെടുത്തുന്നു. അത് നവോമിയുടെ യാത്രയാണ്. സുന്ദരി എന്ന പേരിന് അർത്ഥമുണ്ടെങ്കിലും അവളുടെ ജീവിതം കയ്പിലും നഷ്ടത്തിലും മുങ്ങിപ്പോയിരുന്നു. ഒരു വിദേശദേശത്തേക്ക് അവൾക്ക് ഭർത്താവിനെയും 2 പുത്രന്മാരെയും നഷ്ടപ്പെട്ടു. അവളുടെ ആഴമേറിയ ദുഃഖത്തിൽ കയ്പുള്ളവൾ എന്ന് അർത്ഥം വരുന്ന മാറ എന്ന് വിളിക്കാൻ അവൾ അപേക്ഷിച്ചു. എന്തെന്നാൽ സർവശക്തൻ തന്നോട് കഠിനമായി പെരുമാറി എന്ന് അവൾക്ക് തോന്നി. അവൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. കൈയൊഴിഞ്ഞവളായി അവളുടെ ആത്മാവ് ദുഃഖത്താൽ ഭാരപ്പെട്ടിരുന്നു. എന്നാൽ അവളോടൊപ്പം റൂത്തുമുണ്ടായിരുന്നു, അവളുടെ മരുമകൾ, ശപിക്കപ്പെട്ട മോവാബ് ദേശത്തിൽ നിന്നുള്ള ഒരു അപരിചിത. റൂത്തിന്റെ വിശ്വസ്തത നാവിലെ വെറുമൊരു വാഗ്ദാനമായിരുന്നില്ല, മറിച്ച് ആത്മാവിൻ്റെ ഒരു പ്രതിജ്ഞയായിരുന്നു. അവൾ ഹെസേദ് എന്ന സ്നേഹത്തിൽ പെട്ടവളായിരുന്നു. അത് നവോമിയുമായി അവളെ ബന്ധിപ്പിച്ച അഗാധമായ ഉടമ്പടിപരമായ സ്നേഹകാരുണ്യമായിരുന്നു. അവൾ ധാന്യത്തിനു വേണ്ടി മാത്രമല്ല, പുതിയൊരു ജീവിതത്തിനും പുതിയൊരു ഭവനത്തിനും പുതിയൊരു ജനതയ്ക്കും വേണ്ടിയാണ് വയലുകളിൽ കറ്റ പറക്കിയത്. അവളുടെ വിശ്വസ്തത വലിയ സമ്പത്തുള്ളവനും അതിലുപരിയായി വലിയ സത്യസന്ധനുമായ ബോവസിന്റെ ശ്രദ്ധ ആകർഷിച്ചു. അവളുടെ ദയ കണ്ടപ്പോൾ അദ്ദേഹം അവളെ അനുഗ്രഹിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ ചിറകിൻ കീഴിൽ അഭയം തേടിയ നിനക്ക് അവൻ പൂർണ്ണമായി പ്രതിഫലം നൽകട്ടെ. അവൻ അവളുടെ അടുത്ത ബന്ധുവായ വീണ്ടെടുപ്പുകാരനായി. വീണുപോയവരെ ഉയർത്താനും നഷ്ടപ്പെട്ടത് പുനഃസ്ഥാപിക്കാനും നിയമത്താലും ഹൃദയത്താലും ബന്ധിക്കപ്പെട്ട വീണ്ടെടുപ്പിന്റെ ഒരു ജീവിക്കുന്ന പ്രതീകമായി നവോമിയുടെ കുടുംബത്തിൻ്റെതായ ഭൂമി അദ്ദേഹം വാങ്ങി. റൂത്തിനെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു, ഒരു സമ്മാനമായിട്ടല്ല, മറിച്ച് ഒരു അനുഗ്രഹമായിട്ട്. അതുകൊണ്ട് റൂത്തിന്റെ പുസ്തകം വീണ്ടെടുപ്പിൻ്റെയും ദൈവിക പരിപാലനയുടെയും ചരടുകളാൽ നെയ്ത് ഒരു ചിത്രപ്പടമാണ്. നമ്മുടെ ജീവിതം നഷ്ടത്തിലും ദുഃഖത്തിലും ആരംഭിച്ചേക്കാം, എങ്കിലും അദൃശ്യനായ ദൈവത്തിൻ്റെ കൈകൾ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്നും നമ്മുടെ ചുവടുകളെ നയിക്കുകയും പൂർണ്ണതയിലേക്കുള്ള പാത ഒരുക്കുകയും ചെയ്യുന്നുവെന്നും അത് നമ്മോട് പറയുന്നു. അത് ഉൾച്ചേർക്കലിൻ്റെ ഒരു കഥയാണ്. എന്തെന്നാൽ ഒരു മോവാബ്യ സ്ത്രീ, ഒരു പുറത്തു നിന്നുള്ളവൾ, ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ തന്നെ ഒരു സ്ഥാനം കണ്ടെത്തി. അവളുടെ ഉദരത്തിൽ നിന്ന് ഓബേദ് വന്നു, ഓബേദിൽ നിന്ന് ഇശായി വന്നു, ഇശായിൽ നിന്ന് ഇസ്രായേലിലെ മുഴുവൻ ജനതയ്ക്കും ഒരു വെളിച്ചമായി തീർന്ന ദാവീദ് രാജാവ് വന്നു. ഈ പുസ്തകം ഒരു പുണ്യ പ്രതിധ്വനിയാണ്. സ്നേഹവും വിശ്വസ്തതയും ലളിതമായ നന്മയും ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ശക്തികളാണെന്ന് അത് യുഗങ്ങളിലൂടെ മന്ത്രിക്കുന്നു. ഏറ്റവും സാധാരണമായ വയലുകളിലും ദൈവം അസാധാരണമായ ഒരു വിധിക്ക് വിത്ത് വിതയ്ക്കാൻ കഴിയും.